നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിരുന്നുകാരായി എത്തി വീട്ടുകാരാകാമെന്ന് കരുതേണ്ടെന്ന് സൗദി. മൾട്ടിപ്പിൾ ഫാമിലി വിസിറ്റ് വിസകൾ ഓൺലൈനായി പുതുക്കാൻ കഴിയില്ലെന്ന് അധികൃതർ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ വഴി വ്യാജ പ്രചാരണമാണ് നടക്കുന്നതെന്നും അധികൃതർ പറഞ്ഞു. സൗദി അറേബ്യയിലെ വിദേശകാര്യ മന്ത്രാലയം പൗരന്മാർക്കും താമസക്കാർക്കും വ്യത്യസ്ത രീതിയിലുള്ള വിസകൾ നൽകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. MOFA നൽകുന്ന അത്തരത്തിലുള്ള ഒരു വിസയാണ് ഫാമിലി വിസിറ്റ് വിസ. സൗദി അറേബ്യയിലെ നിയമപരമായ താമസക്കാരുടെയോ പൗരന്മാരുടെയോ അടുത്ത കുടുംബാംഗങ്ങൾക്ക് സൗദിക്ക് പുറത്ത് താമസിക്കുന്ന അവരുടെ കുടുംബങ്ങളെ സൗദി സന്ദർശിക്കാൻ അനുമതി നൽകുന്ന വിസയാണ് ഫാമിലി വിസിറ്റ് വിസ. സൗദി വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന ഒരു നിയമപരമായ രേഖയാണ് ഇത്. സൗദിയിൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ഫസ്റ്റ് ഡിഗ്രി ബന്ധുക്കൾ, അതായത് മാതാപിതാക്കൾ, ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, ഭാര്യ, പിതാവ്, ഭാര്യ, മാതാവ്, സഹോദരന്റെയോ സഹോദരിയുടെയോ കുടുംബം എന്നിവർക്ക് സൗദിയിൽ സന്ദർശന വിസയിൽ എത്താം. നിയമപരമായി സൗദി താമസക്കാരനോ ഇഖാമ ഉടമയോ ആയ പൗരന് മാത്രമേ ഫാമിലി വിസിറ്റ് വിസയ്ക്ക് അപേക്ഷിക്കാൻ കഴിയൂ. ഇതിനായി ഇഖാമയുടെ കാലാവധി 4 മാസമെങ്കിലും ഉണ്ടായിരിക്കണം. ഇഖാമ ഉടമയുടെ ആശ്രിതർക്ക് അവരുടെ സ്വന്തം ഇഖാമകൾ ഉപയോഗിച്ച് വിസിറ്റ് വിസ അപേക്ഷയ്ക്കായി സ്വയം അപേക്ഷിക്കാൻ കഴിയില്ല. സൗദി വിസിറ്റ് വിസയെക്കുറിച്ച് ധാരാളം അബദ്ധധാരണകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അവയിലൊന്ന് ഫീസ് ഈടാക്കി വിസിറ്റ് വിസയെ റെസിഡൻസി വിസയാക്കി മാറ്റാം എന്നുള്ളതായിരുന്നു. ഫാമിലി വിസിറ്റ് വിസ ഇഖാമ ആക്കി മാറ്റാനുള്ള നീക്കത്തെക്കുറിച്ച് യാതൊരു നിർദ്ദേശവുമില്ലെന്ന് ജവാസത്ത് ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിലൂടെ അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ ഒരു തെറ്റിദ്ധാരണ പരക്കുന്നത്. വിസ പുതുക്കാൻ സൗദി അറേബ്യയ്ക്ക് പുറത്തു പോകേണ്ട ആവശ്യമില്ലെന്നും കാലാവധി കഴിയുന്നതിന് 7 ദിവസത്തിനുള്ളിൽ പാസ്പോർട്ട് ഡയറക്ടറേറ്റിന്റെ ജവാസത്ത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ അബ്ഷർ വഴി പുതുക്കാൻ കഴിയുമെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. വളരെ തെറ്റായ ഒരു സന്ദേശമാണ് ഇത്. സൗദി അറേബ്യയിൽ മൾട്ടിപ്പിൾ എൻട്രി വിസിറ്റ് വിസ പുതുക്കുന്നതിന് വിസയുടെ കാലാവധി തീരുന്നതിന് മുൻപ് രാജ്യം വിടേണ്ടത് നിർബന്ധമാണ്. വിസ കാലാവധി കഴിഞ്ഞ് 3 ദിവസത്തിന് ശേഷം അവിടെ തുടരുകയാണെങ്കിൽ പിഴ ഈടാക്കും. എന്നിരുന്നാലും സിംഗിൾ എൻട്രി വിസയാണെങ്കിൽ നിബന്ധനകൾക്ക് വിധേയമായി ഡയറക്ടറേറ്റിന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ അബ്ഷീർ വഴി പാസ്പോർട്ട് പുതുക്കാം. വ്യവസ്ഥകൾ അനുസരിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് സന്ദർശകന് സേവനത്തിന്റെ നിർദ്ദിഷ്ട വ്യവസ്ഥകൾക്ക് അനുസൃതമായി സാധുവായ മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. കൂടാതെ സന്ദർശന വിസയുടെ മൊത്തം കാലയളവ് 180 ദിവസത്തിൽ കൂടരുത്. വിസിറ്റ് വിസ ഓഫ്ലൈനായി നീട്ടാവുന്നതാണ്. ഇതിന് ജവാസത്ത് ഓഫീസ്, പാസ്പോർട്ട് ഓഫീസിൽ അബ്ഷർ ആപ്പ് വഴി അപ്പോയിന്റ്മെന്റ് ശരിയാക്കാം. അതേസമയം സൗദി അറേബ്യയിലെ ഹുറൂഖ് നിയമത്തിൽ ഭേദഗതി വരുത്തി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. വിദേശ തൊഴിലാളി ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നെന്നോ ജോലിയിൽ നിന്ന് ഒളിച്ചോടുകയോ ചെയ്തുവെന്ന് ആരോപിച്ച് സ്പോൺസർ നൽകുന്ന പരാതിയിൽ മന്ത്രാലയം സ്വീകരിക്കുന്ന നിയമ നടപടിയാണ് ഹുറൂബ്. പരാതി ലഭിച്ചാൽ ഹുറൂബ് എന്ന് സ്ഥിരപ്പെടുത്തുന്നതിന് മുൻപ് തൊഴിലാളിക്ക് 2 മാസത്തെ സാവകാശം അനുവദിക്കുന്നതാണ് നിയമത്തിലെ പുതിയ മാറ്റം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.